അവിടുന്ന് ദുആ ചെയ്താൽ അവന്റെ ദുആഇന് പെട്ടെന്ന് ഇജാബത്തുണ്ടാവും. രണ്ടാമത്തെ വിഭാഗം അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ ദുആഇനും ഇജാബത്തുണ്ട്. എന്നാൽ മൂന്നാമത്തെ വിഭാഗമാണ് നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് വദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ, അതിനും പെട്ടെന്ന് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ മക്കളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരുപക്ഷെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരാകാം. അത്തരം രൂപത്തിൽ വളർത്തുന്ന നമ്മുടെ മക്കൾ ഭാവിയിൽ മാതാപിതാക്കൾക്ക് നന്മയുള്ള മക്കളാവണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും സ്വന്തം മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാവണമെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ രക്ഷിതാക്കളാകുന്ന നാം ഓരോരുത്തരും സമയം കണ്ടെത്തണം. പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ദുആഇന് ഇജാബത്തുള്ള ഒരുപാട് സമയങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നാം എല്ലാവരും അത്താഴത്തിന് എണീക്കുന്നവരാണ്. ആ സമയത്ത് കേവലം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് 5 മിനിറ്റെങ്കിലും ദുആ